അപ്പൊ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് അമ്മയോട് പറഞ്ഞു, ചേച്ചി സാബുനെ തിരക്കി ഇന്നും പോലീസ് വന്നിരുന്നു, ഒരുപാട് പോലീസ് ഉണ്ടായിരുന്നു, എന്തോ വലിയ കേസാണെന്ന് തോന്നുന്നു, കാണുന്നെങ്കിൽ അവനെ മാറി നിൽക്കാൻ പറയണം, വലിയ പ്രശ്നമാവും, പിടിച്ചോണ്ട് പോയാൽ പിന്നെ ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും എന്ന് പറയാനിടയായി. അമ്മ ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ എന്റെ അമ്മ ആ ഫ്ലാസ്കുമായിട്ട് തിരിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് നടന്നു. ഒരു 8-10 അടി മുന്നോട്ട് നടന്നു കാണും. പെട്ടെന്ന് എന്റെ അമ്മ ഒരു നെഞ്ചുവേദന വന്നു, മുഖമിടിച്ച് എന്റെ അമ്മ റോഡിൽ വീഴുന്നു. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവെക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പ്രിയ സാബു കുര്യനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അത് അനുഗ്രഹമായി തീരും. ദൈവത്തിൽ നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സാബു കുര്യനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ദാസനെ കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. ഞാൻ ഇപ്പോ ജോയിൻ ചെയ്തിരിക്കുന്നത് ആറ്റിങ്ങിലെ പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. വീട്ടില് ഞാനും വൈഫും എൻ്റെ 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഓക്കെ, കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. തുടർന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ള നല്ല ഓർമ്മകൾ പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. കർത്താവിന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അരോമ ടി വിയിലൂടെ അടിയന്റെ ഒരു എളിയ സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയ ദൈവദാസൻ, അതോടൊപ്പം ഇത് കാണുന്ന കേൾക്കുന്ന ഈ സാക്ഷ്യം അനുഭവത്തിലൂടെ ജീവിതത്തിൽ പകർത്തിയെടുക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലോകം അതിൻ്റെ അന്ത്യത്തോളം എത്താനുള്ള സമയം വളരെ ആസന്നമായിരിക്കുന്നു. മനുഷ്യൻ മദ്യത്തിലും മയക്കുമരുന്നിലും സ്ഥാനമാനങ്ങൾക്കും വഴിവിട്ട ജീവിതങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓടുകയാണ്. എന്നാൽ ഈ സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു നാട്ടിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നെന്ന് മാത്രമല്ല, കലാലയങ്ങൾ പോലും ഇന്ന് മദ്യവും മയക്കുമരുന്നും കൊണ്ട് നിറയുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകും എന്ന് വേദപുസ്തകം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. എന്നാൽ അത് ഒരു സമയത്ത് ഈ വചനം വായിക്കുമ്പോൾ എല്ലാവർക്കും ഒരു അതിശയമുണ്ടായിരുന്നു, അങ്ങനെ മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യനാകുമോ? എന്നാൽ ഇന്നത് അച്ചട്ടായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ സമയത്ത് എൻ്റെ ജീവിതത്തിലും കർത്താവ് എനിക്ക് ചെയ്ത ആ ഉപകാരത്തെ നിങ്ങളുടെ മുമ്പിൽ വർണ്ണിപ്പാൻ കർത്താവ് തന്ന ഈ സമയത്തെ ഞാൻ വേർതിരിക്കുകയാണ്. എൻ്റെ പേര് നേരത്തെ പറഞ്ഞല്ലോ, ഇവാഞ്ചലിസ്റ്റ് സാബു കുര്യൻ. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്ത് പാട്ടൺ ഹിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. വെളിപ്പേര് ഗുണ്ടുകാട് എന്നാണ് യഥാർത്ഥമായിട്ടും. അവിടെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ സഹോദരിയും അടങ്ങുന്ന ഞങ്ങളുടെ ഒരു കൊച്ചു കുടുംബം. അച്ഛൻ നേരം പുലരുമ്പോൾ തന്നെ പോയി തേങ്ങ വെട്ടിക്കൊണ്ടുവരുന്ന ഇതിൽ നിന്ന് കിട്ടുന്ന നന്മയും അതുപോലെ തന്നെ കൊണ്ടുവരുന്ന തേങ്ങയൊക്കെ വിറ്റ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി. ഒരുപാട് പണമൊന്നും ഇല്ലെങ്കിലും വളരെ സന്തോഷമായിരുന്നു ഞങ്ങളുടെ ജീവിതം. കാരണം ശത്രുവിനന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു ജീവിതമായിരുന്നു ഞങ്ങളുടെ. എന്നാൽ പെട്ടെന്ന് എൻ്റെ അച്ഛനെ മദ്യപാനം ഒരുപാട് അങ്ങ് കവരുകയും അച്ഛൻ്റെ ജീവിതം തന്നെ നഷ്ടമാകുവാൻ ഇടയാകുകയും ചെയ്തു. ഞങ്ങള് സ്ഥിരം ആ സമയത്തൊക്കെ കർത്താവിനെ അറിയാതെ
ഈ ലോകപരമായിട്ട് ജീവിക്കുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങളായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ നിന്ന് ഒരിക്കലും എന്നെയും എൻ്റെ അമ്മയെയും സഹോദരിയെയും തൊട്ടടുത്ത് പേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കാർത്തിക എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അതിന്ന് കല്യാണ മണ്ഡപമാണ്. ആ തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ സാധാരണ ഞാനും അപ്പനും അമ്മയും എൻ്റെ ചേച്ചിയും ഒരുമിച്ചാണ് പോകുന്നത്. അന്ന് ഞങ്ങളെ മാത്രം പറഞ്ഞു വിട്ടിട്ട് സിനിമയ്ക്ക് പോയിട്ട് വരാൻ പറഞ്ഞു. കയ്യിലിരുന്ന ചില്ലറയൊക്കെ അമ്മയിലെ കൊടുത്തിട്ട് പറഞ്ഞു, മോൻ ഇത് വാങ്ങിച്ചു കൊടുക്കണം, മോൾക്ക് ഇന്നത് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ സിനിമ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വീട്ടിലിരുന്ന കുറെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. മഹാവിഷ്ണുവിന്റെയും ദേവന്റെയും ദേവിയുടെയും ശിവന്റെയും ശ്രീകൃഷ്ണന്റെ ഒക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ നമ്മുടെ ഡാവിഞ്ചി വരച്ച യേശു ക്രിസ്തു എന്ന് പറയുന്ന ആളുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മക്കയിലെയും മദീനയിലെയും ഫോട്ടോ ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്ത് തറയിൽ വെച്ചിട്ട് അതിന് ചുറ്റും മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ നടുക്ക് കയറി ആ ചെറിയ ഉത്തരത്തില് കൈലിമുണ്ട് കെട്ടി തൂങ്ങി മരിക്കാനിടയായി. ആദ്യമായിട്ട് മദ്യപാനം എനിക്ക് തരുന്ന സമ്മാനമാണ് എൻ്റെ അച്ഛൻ്റെ മരണം. ഞങ്ങളുടെ ആ കൊച്ചു കുടുംബത്തിന്റെ ആ സന്തോഷം അതോടുകൂടി കെട്ടുപോയി. ഞങ്ങൾ വളരെയേറെ ഭക്ഷണത്തിനും വസ്ത്രങ്ങൾക്കും വേണ്ടി അനേക വീടുകളിൽ അനേകരെ ആശ്രയിക്കാനിടയായി. എൻ്റെ അമ്മ അത് മുഖാന്തരം തൊട്ടടുത്തൊരു വീട്ടു ജോലിക്ക് പോയി. അവിടെ നിന്ന് കിട്ടുന്ന പഴയ വസ്ത്രങ്ങളും അവർ കൊടുക്കുന്ന ആഹാരവും തുച്ഛമായിട്ടുള്ള വരുമാനവും ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് വെച്ച് എൻ്റെ ചേച്ചി ഒരു കുടുംബമായി വട്ടിയൂർക്കാവിൽ നിന്നും താമസിക്കുന്നു. ഞാനും എൻ്റെ അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം ഞങ്ങളിങ്ങനെ ആ വീട്ടിൽ ഇങ്ങനെ ദൈവം ഞങ്ങളെ നടത്തി പോകുന്നു. എന്നാൽ അപ്പനോടുള്ള പേടിയോ ബഹുമാനമോ ഒന്നും അമ്മയുടെ അടുത്തില്ലായിരുന്നു. കാരണം എല്ലാ വീട്ടിലും ഉള്ളതാണല്ലോ, അമ്മമാർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, അവർക്ക് ശിക്ഷിക്കാൻ അറിയില്ല മക്കൾ. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളിലുള്ള ഏറ്റവും വലിയൊരു ബലഹീനത. അവർ നശിച്ചുവിന്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. അമ്മമാർക്ക് സ്നേഹിക്കാൻ മാത്രമേ, അതുപോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയായിരുന്നു എൻ്റെ അമ്മയും. അങ്ങനെ എൻ്റെ അമ്മ കൊണ്ടുവരുന്ന ഭക്ഷണവും ആഹാരവും ഒക്കെ വസ്ത്രമൊക്കെ ഉടുത്ത് ഞങ്ങളുടെ ജീവിതം ഞാനും അമ്മ ഇങ്ങനെ തള്ളി നീക്കുന്ന സമയത്ത് കുറേശ്ശെ എൻ്റെ സ്കൂളിൽ പോക്ക് അങ്ങ് നിന്നു. കാരണം എന്നെ വിടാൻ, അല്ലെങ്കിൽ ഒന്ന് പഠിപ്പിക്കാൻ, നല്ല ആഹാരം തന്നു വിടാൻ, പുതിയ യൂണിഫോം വാങ്ങിച്ച് ഇങ്ങനെ ഒന്നും ആസ്തി ഇല്ലാത്തൊരു ഇതായി, പൈസയൊന്നും ഇല്ലാതെ ആയി. അങ്ങനെ എൻ്റെ ജീവിതം 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വിദ്യാഭ്യാസം അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. അതിന് മെയിൻ കാരണം തൊട്ടടുത്ത് ഒരു കാമ്പൗണ്ട് ഉണ്ട്. അവിടെ കുറെ സഹോദരന്മാർ ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് ചീട്ട് കളിക്കും. അതുപോലെ തന്നെ അവർ അവിടെ കൊണ്ടുവച്ച് മദ്യം കുടിക്കും, മാരകായുധങ്ങളൊക്കെ അവിടെ കൊണ്ടുവയ്ക്കും. ഞാനിത് ചെന്ന് കാണാനും അവരോടൊപ്പം ചെന്ന് ഇരിക്കാനും ജീവിതത്തില് എല്ലാ ദിവസങ്ങളിലും മിക്ക ഉച്ച മുതൽ വൈകുന്നേരം വരെ അവരെ കൂടെ ഒപ്പമായി അവിടെ ഇരുന്നു. അങ്ങനെ അവർക്കൊരു കയ്യാള് പോലെ പോയി സോഡ വാങ്ങിക്കാനും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളൊക്കെ വാങ്ങിക്കാനൊക്കെ അവരെന്നെ ഉപയോഗിച്ചു. അങ്ങനെ കുറേശ്ശെ എൻ്റെ ജീവിതം മൊത്തം അവരെ കൂടെയായി. പിന്നെ 6ാം ക്ലാസ് വെച്ച് എൻ്റെ വിദ്യാഭ്യാസം നഷ്ടമായി. അപ്പൊ അവർക്ക് മനസ്സിലായി സാബു കൊള്ളാം, കൂടെ നിർത്തിയിരുന്നാൽ കയ്യാളിനെ പോലെ ഉപയോഗിക്കാമെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരെന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജീവിതം മുഴുവൻ അവരോടൊപ്പമായി. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോയി. ഞാൻ വളർന്നു വന്നു. എനിക്ക് സ്വന്തമായിട്ട് ഷർട്ട് വേണം, പാൻറ് വേണം, ഷൂ വേണം, അതുപോലെ നല്ല മോഡലിൽ മുടി വെട്ടണം, സിനിമ കാണണം, ബിയർ അടിക്കണം. ഈ ചിന്തകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാൻ ഞാനും അവരോടൊപ്പം മദ്യം വിൽക്കുന്നതിനും മയക്കുമരുന്ന് വിൽക്കുന്നതിനൊക്കെ ഞാനും ഒരു സഹായിയായി. അതിലൂടെ പൈസ സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് തള്ളി തീക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ കുറിച്ച് ഓർത്ത് വളരെ ദുഃഖത്തിലും വേദനയിലുമായിരുന്നു എൻ്റെ അമ്മ. ഈ സമയത്തൊക്കെ എനിക്ക് 1-2 കേസുകളിലൊക്കെ പോലീസ് പിടിക്കാനിടയായി. അന്ന് ഞാൻ ഓർക്കുന്നു, സെൻട്രൽ ജയിലില് 18ാമത്തെ വയസ്സിൽ ഡാഡ നിയമത്തിൽ, അന്ന് ഗുണ്ട ആക്ട്, അന്നത്തെ പേര് ഡാഡ എന്നാണ്. ഡാഡ നിയമത്തില് 18 വയസ്സ് കഴിഞ്ഞ ഒരാള് സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി ഞാനായിരുന്നു, ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ. അപ്പോ അവിടെ നിന്ന് തുടങ്ങിയതാണ് കേസും വഴക്കുകളെല്ലാം. ഒരുപാട് കേസുകളൊക്കെ കൂടി. അങ്ങനെ അമ്മയോട് പലരും എന്നെ കുറിച്ച് അമ്മ അഭിപ്രായം ചോദിക്കാൻ, എൻ്റെ മോൻ ഇങ്ങനെയാണ്, അവൻ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കും എന്ന് പലരോടും അമ്മ ചോദിക്കാനിടയായി. അങ്ങനെ എന്നെ 9 വർഷം എൻ്റെ അമ്മ എന്നെ മലയ്ക്ക് വിട്ടു. ശബരിമലയിൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ പോകുന്ന പോലെയൊന്നും അല്ല. വീട്ടിന്റെ നടയില് താവളം കെട്ടിക്കിടന്ന് കഞ്ഞി വെച്ച് കുടിച്ച് കറുത്ത കൈലിയും കറുത്ത ഷർട്ടും ഇട്ട് ചെരുപ്പ് പോലും ഇടാതെ വ്രതമെടുത്ത് 9 വർഷം മലയ്ക്ക് പോയി. എന്നാൽ ഇന്നൊക്കെയാണ് പമ്പ വഴി പോയി ഷോർട്ട് കട്ടായിട്ട് പോയിട്ട് തിരിച്ചു വരുന്നത്. ഞങ്ങൾ പോകുന്നത് അങ്ങനെയല്ല, എരുമേലി വഴി, കല്ലിമല, നീലിമല, അപ്പാച്ചിമേട്, ശരംകുത്തിയാലി വഴി 3 ദിവസം നടന്നു പോയിട്ട് വരുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു.
അവിടെ ഒന്നും ഒരു ദൈവങ്ങളും എനിക്കൊരു മാറ്റവും തന്നില്ല. ഞാൻ വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ മദ്യപാനവും ഗുണ്ടായുസവുമായിട്ട് മാറി. അങ്ങനെ വീണ്ടും എൻ്റെ അമ്മ ഒരിക്കൽ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്നെ എടത്വ എന്ന് പറയുന്ന പള്ളിയിൽ കൊണ്ടുചെന്ന് പിടിപ്പണം വാരിച്ചു. അവിടെയും എനിക്കൊരു മാറ്റവും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി. ഒരു കേസിൽ ഞാൻ പിടിപെട്ട് എന്നെ പിടിക്കുവാനായിട്ട് കമ്മീഷണർ സാർ ഉൾപ്പെടെ പോലീസ് എന്നെ വല വിരിച്ച് നടക്കുന്ന സമയത്ത് രക്ഷപ്പെടാനായിട്ട് കോഴിക്കോട് തെർബിയത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്ന ഒരു മുസ്ലിം പള്ളിയിൽ ചെന്നകപ്പെട്ടു. അവിടെ 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കയറി പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിന്നു. ഏകദേശം 3-4 മാസത്തോളം അവിടെ നിൽക്കേണ്ടി വന്നു. അവിടെ നിന്ന സമയത്ത് ഞാൻ ഖുറാൻ പഠിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. അത് നമ്മുടെ ബൈബിളിൽ പറയുന്നത് പോലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് എന്ന് പറയുന്നത് പോലെ ഫാത്തിക മുതൽ കാഫ്രൂൺ വരെ പഠിക്കുവാൻ സ്വർഗം സഹായിച്ചു. അതുപോലെ തന്നെ അത്തയ്യാത്ത്, വജീത്ത്, കുനൂത്തൊക്കെ കാണാപ്പാഠം പഠിച്ചു. 5 നിസ്കാരം, സുബഹി, ലുഹർ, അസർ, മഗ്രിബ്, ഇശ, 5 നിസ്കാരത്തെ കുറിച്ച് ആരാണ് അള്ളാഹു എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്നൊക്കെ പഠിക്കാൻ സ്വർഗം സഹായിച്ചു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ പിന്നെ ചോദിച്ചിട്ടുണ്ട് ഞാൻ കർത്താവിനോട്, കർത്താവ് എന്നെ ഇവിടെയൊക്കെ വിട്ടെന്തിനാണ്? കാരണം ഇതെല്ലാം യേശുപ്പച്ചൻ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ തിരുമലയിൽ വേട്ടമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാറയക്കോവിലുണ്ട്. അവിടെ RSSലെ മുഖ്യനാണ് എൻ്റെ മാമന്റെ മോൻ സുനി. ഞാൻ ഒരു കേസിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഈ RSSലെ അംഗമായിട്ട് അവിടെ നിൽക്കാൻ ദൈവം സഹായിച്ചു. ഒരു 3.5 വർഷം RSSലെ ഒരു ഭാരവാഹമായിരുന്നു. അവിടെ നിന്ന് സൂര്യ നമസ്കാരവും ദക്ഷാവൃതവും അതുപോലെ ദണ്ഡ കറക്കാനും ഒക്കെ അവിടെ നിന്നാണ് പഠിച്ചത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ ഇവിടെയൊക്കെ വിട്ടു. കാരണം ഇതൊക്കെ എന്താണെന്ന് എന്നെ പഠിപ്പിച്ചു കർത്താവ്. എന്നാൽ ഇവിടെ നിന്നും ആരും എന്നെ രക്ഷിക്കാനോ എനിക്കൊരു പുതിയ മനുഷ്യനാകാനോ കഴിഞ്ഞില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ ഗുണ്ടായുസത്തിലും മയക്കുമരുന്നിനും ഇങ്ങനെ തള്ളി നീക്കി. എൻ്റെ അമ്മ എന്നെക്കുറിച്ച് വളരെ വേദനപ്പെട്ടു. കാരണം ഒരിടത്തും കൊണ്ട് നിർത്തിയിട്ട് ഇവൻ രക്ഷപ്പെടുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തേക്കുംമൂട് പൊട്ടക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു CMS ചർച്ച് ഉണ്ട്, ചർച്ച് മിഷൻ ഓഫ് സൊസൈറ്റി. പണ്ടത്തെ ആംഗ്ലിക്കൻ ചർച്ചാണ്. അവിടുത്തെ ഒരു അച്ഛൻ, ഫാദർ ബെന്നി ഉലകന്നാൻ, അമ്മ അച്ഛനെ പോയി പരിചയപ്പെട്ടു. അച്ഛനോട് എൻ്റെ കാര്യം പറഞ്ഞു. എങ്ങനെയും നമുക്ക് സാബുവിനെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് കോട്ടയത്ത് പാമ്പാടി വട്ടമല എന്ന് പറയുന്ന സ്ഥലത്ത് ട്രിനിറ്റി ബൈബിൾ കോളേജിൽ എന്നെ ആക്കി. വിദ്യാഭ്യാസം കുറവാണെങ്കിൽ അവിടെ എനിക്ക് ജോയിൻ ചെയ്യാൻ സഹായിച്ചു. അവിടെ നിന്ന് കുറച്ച് നാള് പിന്നെ ഞാൻ അവിടെ നിന്ന് ബൈബിൾ കോളേജ് പഠിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ചെന്ന ശേഷം ആ കോളേജിൽ കുറച്ച് നല്ല കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരും വഴിതെറ്റിയെന്ന് വേണം പറയാൻ. അതുപോലെ എൻ്റെ ജീവിതം അവിടെയും ഞാൻ പരാജയപ്പെട്ടു. തിരിച്ചു വരാനിടയായി. വീണ്ടും ഇവിടെ വന്നു. വളരെ എൻ്റെ അമ്മ എന്നെ ഓർത്ത് ദുഃഖിച്ചു. കാരണം എങ്ങനെ നോക്കിയിട്ട് എൻ്റെ മോനൊരു രക്ഷ പ്രാപിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ അമ്മയെ ഭരിച്ചിരുന്നു. വളരെ വിഷമത്തിലായിരുന്നു. ആ സമയത്താണ് എൻ്റെ അമ്മയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു പ്രഗ്നന്റ് ആയ ചേച്ചിക്ക് കൂട്ടിരിക്കാനായിട്ട് ഒരാൾ വിളിച്ചുകൊണ്ട് പോയി. ആ ദിവസവും ഭക്ഷണം എല്ലാം പോയിട്ട് അന്നത്തെ എൻ്റെ ഓർമ്മയിൽ ഒരു 50-60 രൂപ ഡെയിലി ശമ്പളം കിട്ടുമായിരുന്നു. എന്നാൽ ഈ പൈസയും വാങ്ങിച്ച് മുണ്ടിൽ ഇങ്ങനെ മുടിഞ്ഞിടും എൻ്റെ അമ്മ. എന്നെ കാണുമ്പോൾ അത് അഴിച്ച് ആ പൈസ എല്ലാം എൻ്റെ കയ്യിൽ തരും. അത്ര സ്നേഹമായിരുന്നു എന്നോട്, ഇത്രയൊക്കെ ഞാൻ കാണിച്ചു കൂട്ടുന്നെങ്കിലും. അപ്പൊ ഒരിക്കൽ ഇങ്ങനെ ചായ വാങ്ങിക്കാനായിട്ട് അമ്മ ഫ്ലാസ്കുമായിട്ട് റോട്ട് വരുമ്പോൾ എന്നെ തിരക്കി ഗുണ്ടുകാട്ടിൽ പോലീസ് വന്നു, ബാട്ടൻകിൽ. അപ്പോൾ ഒരുപാട് 2-3 വണ്ടി ഉണ്ടായിരുന്നു. എൻ്റെ പെട്ടെന്ന് പണ്ടത്തെ പോലീസുകാർക്ക് ഒരു സ്വഭാവമുണ്ട്, ഇന്നാണ് ഈ പ്രതികളെ ചോദിച്ചു പിടിച്ചോണ്ട് പോകുന്നത്. അന്ന് അങ്ങനെയല്ല. ഓടി വന്ന് വീടിന്റെ കതവ് ചവിട്ടി തുറന്ന് വീട്ടിനകത്ത് കയറി അവിടെയൊക്കെ അരിച്ചു പുറക്കി. എന്നെ കിട്ടിയില്ല. അപ്പൊ അവിടെ നിന്ന് സാധനമൊക്കെ 1-2 ചെറിയ പാത്രങ്ങളും തുണികളൊക്കെ ഉണ്ട്, അതെല്ലാം വലിച്ചു വാരിട്ടിട്ട് പോലീസ് പോയി. അപ്പൊ അവിടുത്തെ ജനം അങ്ങ് കൂടി. ഈ ജനത്തിൽ ഒരാൾ, ഒരു ഓട്ടോ ഡ്രൈവർ ആയ ചേട്ടനാണ്. ആ ചേട്ടൻ ഓട്ടോ ഓടിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് വഴി പോകുമ്പോഴാണ് എൻ്റെ അമ്മയെ കാണുന്നത്. അപ്പൊ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് അമ്മയോട് പറഞ്ഞു, ചേച്ചി സാബുനെ തിരക്കി ഇന്നും പോലീസ് വന്നിരുന്നു, ഒരുപാട് പോലീസ് ഉണ്ടായിരുന്നു, വലിയ കേസാണെന്ന് തോന്നുന്നു, കാണുന്നെങ്കിൽ അവനെ മാറി നിൽക്കാൻ പറയണം, വലിയ പ്രശ്നമാവും, പിടിച്ചോണ്ട് പോയാൽ പിന്നെ ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും എന്ന് പറയാനിടയായി. ഞാനങ്ങനെ ഈ സഹോദര അമ്മയോട് ഇത് പറഞ്ഞു. അമ്മ ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ എൻ്റെ അമ്മ ഫ്ലാസ്കുമായിട്ട് തിരിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് നടന്നു. ഒരു 8-10 അടി മുന്നോട്ട് നടന്ന് കാണും. ഇപ്പോഴത്തെ ആ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ ആർച്ച് കെട്ടിയിരിക്കുന്ന അതേ സ്ഥലത്ത് പെട്ടെന്ന് എൻ്റെ അമ്മ ഒരു നെഞ്ചുവേദന വന്നു, മുഖമിടിച്ച് എൻ്റെ അമ്മ റോഡിൽ വീഴുന്നു. എൻ്റെ അമ്മ ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ മദ്യപാനവും മയക്കുമരുന്നും കൂട്ടുകെട്ടും ഗുണ്ടായുസവും എൻ്റെ അമ്മയെയും നശിപ്പിച്ചു. മദ്യം എൻ്റെ അച്ഛനെയും ലോകത്തുനിന്ന് എടുത്ത് മാറ്റി. എൻ്റെ ജീവിതം അനാഥമായി. എന്നാൽ എനിക്ക് ഒരു വിഷമവും ഒരു സങ്കടവും
ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ലക്ഷ്യം എൻ്റെ കൂട്ടുകാരോടൊപ്പം എങ്ങനെ എനിക്ക് ഉല്ലസിക്കാം, എനിക്ക് സന്തോഷിക്കാം, എനിക്ക് എങ്ങനെ മദ്യപിക്കാം, ഈ ചിന്ത മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ താമസിക്കുന്ന ആ കൊച്ചു വീടും ഞാനും കുറെ കൂട്ടുകാരും ആ വീട്ടിനകത്ത് നിറച്ച് മാരകായുധങ്ങളും ബക്കറ്റിൽ നിറച്ച്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ നാടൻ ബോംബ്, എറിപ്പടക്ക്, ഇതൊക്കെ ഇങ്ങനെ മരപ്പൊടിക്കകത്ത് നിറച്ച് വെച്ചിരുന്ന് വലിയ ഒരു ഗുണ്ട നേതാവിനെ പോലെ എൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചു. ഞാനന്ന് സ്വയം ഞാൻ അഹങ്കരിച്ചു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്നെ പോലെ ബുദ്ധിയുള്ളവൻ, എന്നെ പോലെ കഴിവുള്ളവൻ ഈ ദേശത്ത് ആരുമില്ല. കാരണം ഒരുപാട് കൂട്ടുകാര്, മാരകായുധങ്ങൾ, കഞ്ചാവും മയക്കുമരുന്നും വിറ്റിട്ടുള്ള പണം. അപ്പൊ സ്വന്തമായിട്ട് ഞാൻ തന്നെ അഹങ്കരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, എന്നോടൊപ്പം നടന്ന ഒരു കൂട്ടുകാരനും ഞാനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി. എന്നെ മാരകമായിട്ട് കുത്താനിടയായി. എൻ്റെ ഈ സൈഡിലായിരുന്നു, ഇല്ലാപ്പുറത്തായിരുന്നു കുത്ത്. വളരെ സീരിയസ് ആയിട്ട് ഞാൻ കിടന്നു. മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ചിലപ്പോൾ ഈ ആരോമ ടിവിയുടെ ഫ്രണ്ടിൽ ഈ നിങ്ങളുടെ ആ മുഖത്ത് നോക്കി ഒരു സാക്ഷ്യം പറയാൻ കർത്താവ് അവസരം ഒരുക്കിയിരുന്നത് കൊണ്ടാകാം എന്നെ അന്ന് മരണത്തിന് കർത്താവ് കൊടുത്തില്ല. സ്തോത്രം. അപ്പൊ അവിടെ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ച് ഞാൻ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. എന്നാല് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കേസുകളൊക്കെ വാറണ്ടാവാൻ തുടങ്ങി. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കേസിലൊന്നും കയറാൻ ഇടയായില്ല. അങ്ങനെ കേസുകളൊക്കെ വാറണ്ടായി. ഏകദേശം 9-10ഓളം കേസുകൾ വാറണ്ട് വന്നു. എന്നെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു. അവിടെ നിന്ന് നേരെ കമ്മീഷണർ ഓഫീസിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് എൻ്റെ ഓരോ കേസുകളും ഓരോ സ്റ്റേഷനുകളിൽ വിളിച്ചു പറഞ്ഞ് പ്രൊഡക്ഷൻ വാറണ്ട് എനിക്ക് അയക്കാൻ തുടങ്ങി. അങ്ങനെ എന്നെ തിരുവനന്തപുരത്ത് സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. 10 കേസിൽ കൂടുതലുള്ളതുകൊണ്ട് അവിടെ തന്നെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ 7ാം കെട്ടിൽ ഞാൻ അടയ്ക്കപ്പെട്ടു. ഞാൻ ആ 7ാം കെട്ടിൽ കിടക്കുന്ന സമയത്ത് കാരണം മുമ്പൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. കാരണം നല്ല ആഹാരം, ഒരുപാട് കൂട്ടുകാർ, പുതിയ പുതിയ കേസുകൾ പ്ലാൻ ചെയ്യാനൊരു സ്ഥലം, എല്ലാത്തിനും നല്ലൊരിടമായിട്ടാണ് ഞാൻ ജയിലിനെ കണ്ടിരുന്നത്. ഒരു സുഖവാസ കേന്ദ്രം എന്നെങ്കിൽ പറയാം. അതാണ് ജയിലായിരുന്നു നമുക്ക്. അത് എൻ്റെ ജീവിതത്തിലെ ലാസ്റ്റ് ആയിട്ട് സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് ആ അനുഭവം കിട്ടിയില്ല. വളരെ ദുഃഖിതനായിരുന്നു ഞാൻ. കാരണം കേസുകൾ ഇങ്ങനെ എഴുതി വന്നുകൊണ്ടിരുന്നു. ഓരോ സ്റ്റേഷനിൽ നിന്നും പ്രൊഡക്ഷൻ വാറണ്ട് എഴുതി വന്നുകൊണ്ടിരുന്നു. കുറേശ്ശെ എൻ്റെ ജീവിതം ജയിലിനുള്ളിലേക്ക് അടയ്ക്കപ്പെട്ടു. പിന്നെ പുറത്തു വരാൻ കഴിയാത്തൊരവസ്ഥ പോലെ എനിക്ക് ആയി മാറി. എൻ്റെ വൈഫ് ആ സമയത്താണ് ഞാൻ അവസാനമായിട്ട് പിന്നെ ജയിലിനകത്ത് ആവുന്ന സമയത്താണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞത്. വളരെ സങ്കടത്തിൽ അവളുമായിരുന്നു. ഉദ്യോഗസ്ഥരൊക്കെ വരുമ്പോൾ എൻ്റെ വൈഫിനെ കാണുമ്പോൾ അവള് സങ്കടത്തോടെ പറയും, ഈ കൊച്ചു പെണ്ണിനെ എന്തിനാ ഈ ജയിലിനകത്ത് ഇങ്ങനെ കയറ്റി ഇറക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയാനൊക്കെ ഒരുപാട് അങ്ങനെ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നും എനിക്ക് ഒരു കൂസലില്ലാതെ ഞാൻ ആ ജയിലിനകത്തായിരുന്നു. എന്നാൽ ഇങ്ങനെ തള്ളി നീക്കുന്ന സമയത്ത് എൻ്റെ കേസുകളൊക്കെ വാറണ്ടായി. എല്ലാവരും എൻ്റെ വിധി എഴുതി. കൊച്ചു സാബു കുര്യൻ ഇനി ഈ സെൻട്രൽ ജയിലിനകത്താണ് ഉള്ളത്. അങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ പിന്നെ വരാതെയായി. എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാർ വരാതെയായി. എൻ്റെ പുറകെ ഉണ്ടായിരുന്ന എല്ലാവരും എന്നെ വിട്ടുപോയി. ഞാൻ ജയിലിനകത്ത് ഒറ്റപ്പെട്ട അവസ്ഥയിലായി. 2.5 വർഷം കിടന്നു. 2.5 വർഷം കൊണ്ട് 21 കേസോളം, മർഡർ കേസ് ഉൾപ്പെടെ, കൊലക്കേസ് ഉൾപ്പെടെ 21 കേസ് എൻ്റെ പേരിൽ അവിടെ എഴുതി വന്നു. എല്ലാവരും വിധി എഴുതി. ഞാനും വിചാരിച്ചു ജീവിതം ജയിലിനകത്ത് ഞാൻ മരണപ്പെട്ട് എൻ്റെ ജീവിതം ജയിലിലെത്തി. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത്, വളരെ ദുഃഖിതനായിട്ട് പോകുന്ന സമയത്താണ് അവിടെയുള്ള ഷാജഹാൻ എന്ന് പറയുന്ന ഒരു ജയിൽ വാർഡൻ, നല്ല തികഞ്ഞ ഒരു ഇസ്ലാം മതക്കാരനാണ്. പക്ഷെ ആരും അറിയാതെ യേശുവിനെ മുങ്ങി സ്നാനപ്പെട്ട് സ്വീകരിച്ച് സ്വന്തരിഷ്ടമായി സ്വീകരിച്ച ഒരു നല്ല സഹോദരൻ. ആ ഷാജഹാൻ സാർ എന്നോട് പറഞ്ഞു, മോനെ, നിന്നെ യേശു സ്നേഹിക്കുന്നു. ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. റേച്ചൽ ബെന്നി എന്ന് പറയുന്ന അമ്മാമ്മ താമസിക്കുന്നത് പരുത്തിപ്പാറയാണ്. അമ്മാമ്മ ജയിൽ മിനിസ്ട്രി ആയിട്ട് ഇതിനകത്ത് മാസത്തിൽ 1 ദിവസം വരാറുണ്ട്. മോനെ, ആ മീറ്റിങ്ങിന് ഒന്ന് ഇറങ്ങണം, നീ ആ മീറ്റിങ്ങിനൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നിന്റെ ജീവിതത്തിൽ ക്രിസ്തു നിനക്ക് വേണ്ടി വലിയ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ മനസ്സൊന്ന് ഉറപ്പിക്കാനിടയായി. അങ്ങനെ ആ വാർഡൻ, ആ സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ മീറ്റിങ്ങിന് ഇറങ്ങി. മാസത്തിൽ 1 ദിവസം. പല മാസങ്ങളും ഇങ്ങനെ തള്ളി നീക്കിപ്പോയി. ഞാൻ പോകുന്നത് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ദൈവവചനം കേൾക്കാനോ അല്ല. പുറകെ ചെന്നിരുന്ന് കൂട്ടുകാരോട് സംസാരിക്കും. അവരിപ്പോൾ കുറെ പഴയ ചെയ്ത സാഹസിക കഥകളൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോരും. അങ്ങനെയായിരുന്നു. എന്നാൽ ഒരു ദിവസം അമ്മാമ എന്നെ അടുത്ത് വിളിച്ച് എൻ്റെ അടുത്ത് പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാബു എന്നാണ് പേര്. എവിടെ താമസിക്കുന്നിടത്താണെന്ന് പറഞ്ഞു. എൻ്റെ തോളിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, മോൻ 1 വർഷത്തിനകത്ത് ഇവിടെ നിന്ന് റിലീസാവും, നീ കർത്താവിന്റെ വേല ചെയ്യുമെന്ന് പറഞ്ഞു.
ഞാന് എനിക്ക് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. ഞാനിങ്ങനെ ചിരിച്ചു. കാരണം അമ്മമ്മയ്ക്ക് എന്നെ കുറിച്ചൊന്നും അറിയത്തില്ല. എത്ര കേസുണ്ടെന്നോ എന്റെ അവസ്ഥ എന്താണെന്ന് അമ്മമ്മയ്ക്കൊന്നും അറിയത്തില്ല. പിന്നെ അമ്മമ്മ അറിയാതെ പറഞ്ഞതായിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു. എന്നാൽ ഒരു വിശുദ്ധ വേദപുസ്തകം, കറുത്ത ബൈബിൾ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മോനത് വായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബൈബിൾ ഞാൻ കൊണ്ടുവന്ന് എന്റെ സെല്ലിനകത്തിട്ടു. ഞാൻ വല്ലപ്പോഴേക്കൊന്ന് നൂത്ത് നോക്കും, അല്ലാതെ ഞാൻ ബൈബിള് വായിക്കാനായിട്ട് മെനക്കെട്ടിട്ടില്ല. അങ്ങനെ നൂത്ത് നോക്കുന്ന സമയത്തെല്ലാം എന്നിലൂടെ കർത്താവിനോട് സംസാരിച്ചു. കാരണം ഞാൻ വായിക്കുമ്പോൾ അത് കാണുന്നത്, യേശു നിന്നെ സ്നേഹിക്കുന്നു, കർത്താവ് നിനക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു, യേശു വീണ്ടും വരും, യേശു രാജാതി രാജാവായി വീണ്ടും വരും, യേശു നിനക്ക് വേണ്ടി പ്രാണനെ കൊടുത്തു. ഇങ്ങനെയുള്ള നല്ല വാക്യങ്ങൾ, അപ്പൊ അതെല്ലാം എനിക്ക് വേണ്ടി എന്നുള്ള ചിന്ത എന്റെ ജീവിതത്തിൽ വരാൻ എനിക്ക് ഇത് വായിക്കണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഉൽപ്പത്തി വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിലെ സംഭവങ്ങളും കർത്താവിന്റെ സൃഷ്ടിപ്പും ഒക്കെ വായിച്ചപ്പോൾ ഒരു കഥ പോലെ എനിക്കത് കൊള്ളാം, സമയം പോവാന് വായിക്കാനുള്ള ഒരു തോന്നി. അങ്ങനെ ഒന്നും മനസ്സിലാക്കാതെ ജയിലിനകത്ത് കിടന്നുകൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു തവണ വിശുദ്ധ വേദപുസ്തകം വായിച്ചു തീർപ്പാൻ സ്വർഗത്തിലെ എന്നെ സഹായിച്ചു. അതിലെ ചില വാക്യങ്ങൾ എന്റെ ജീവിതത്തെ വല്ലാതെ സങ്കടപ്പെടുത്തുവാനിടയായി. ഞാൻ യേശുപ്പനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് പറയാൻ കാരണം, ഞാൻ അന്നാൾ വരെയും പലരെയും ഞാൻ കരയിച്ചിട്ടേ ഉള്ളൂ. പലരെയും നിലവിളിയുടെ ശബ്ദം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ കരഞ്ഞിട്ടില്ല. സ്തോത്രം. എന്നാല് ആ ജയിലിനകത്ത് കിടന്നുകൊണ്ട് കരയുവാൻ സ്വർഗത്തിൽ എനിക്ക് അവസരം തന്നു. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ മുട്ടിൽമേൽ ഇരുന്നു കൊണ്ട് ഞാൻ യേശുപ്പനോട് പ്രാർത്ഥിക്കും, കർത്താവെ, എന്റെ ജീവിതം എനിക്ക് കർത്താവെന്ന് പണിയണം. യേശുപ്പ, ഈ വിശുദ്ധ വേദ പുസ്തകം കറക്റ്റ് ആണെങ്കിൽ, സത്യമാണെങ്കിൽ, യേശു സത്യമാണെങ്കിൽ, കർത്താവിന്റെ ജനനം സത്യമാണെങ്കിൽ, മരണം സത്യമാണെങ്കിൽ, ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണെങ്കിൽ, കർത്താവ് എനിക്കൊരു പുതിയ ജീവിതം യേശുപ്പൻ തരണം. എനിക്കിനി വാള് വേണ്ട, എനിക്ക് വെട്ടുകത്തി വേണ്ട, എനിക്കിനി മയക്കുമരുന്ന് വേണ്ട, മദ്യം വേണ്ട, എനിക്കിനി കർത്താവിനോടൊപ്പം ഈ വിശുദ്ധ വേദവാസ്തവമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ നിന്നും മനസ്സുരുകി കരയാനിടയായി. ഞാൻ ആ ജയിലിനകത്ത് കിടന്നുകൊണ്ട് എന്റെ യേശു കർത്താവിനെ എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. ഞാൻ എന്റെ നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞു. അങ്ങനെ എന്റെ കർത്താവിന്റെ സ്വന്തം രക്ഷിതാവും രക്ഷകനുമായി ഞാൻ ഏറ്റെടുത്തു. കർത്താവ് ഒരു വർഷമാണ് അമ്മാമ്മ പറഞ്ഞത്. എന്നാല് അതിന് മുൻപേ തന്നെ 21ഓളം കേസുകൾ വെറുതെ വിട്ടുകൊണ്ട് സ്വർഗത്തിലൂടെ എന്നെ പുറത്തു കൊണ്ടുവന്നു. ഡെലിയ ഞാന് എനിക്ക് ഈ കേസുകൾ വെറുതെ വിടാൻ പെട്ടെന്ന് തീരാനും കാരണം, അന്ന് മുതൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ തുടങ്ങി. കാരണം എല്ലാവരും ചോദിക്കാറുണ്ട് ജയിലിൽ സാബുന് എന്നും കേസാണോ എന്ന്. കാരണം പെട്ടെന്ന് കേസ് വിളിക്കാനിടയായി. അഡീഷണൽ CGM, ACGM, ഫസ്റ്റ് സെക്കൻഡ്, ഫാസ്റ്റ് ട്രാക്ക്, മജിസ്ട്രേറ്റ് കോടതി, അതുപോലെ ഓരോ കോടതികളിലും, വർക്കല കോടതി, ആറ്റിങ്ങൽ കോടതി, കൊട്ടാരക്കര കോടതി, ഇവിടെയൊക്കെ എന്നെ കൊണ്ടുപോയി കേസുകൾ പോലീസുകാരും പറയുക, അവിടുത്തെ ഡ്യൂട്ടിക്കാരൊക്കെ പറയുമായിരുന്നു, ഇവ എന്നും സാബുന് കേസാണോ. അങ്ങനെ ഓരോരുത്തരും എനിക്ക് അനുകൂലമായി പറഞ്ഞ് 21ഓളം കേസുകളും ആ വർഷം അവിടെ കിടന്നുകൊണ്ട് തീർത്ത് ഒരു വർഷം കഴിയുന്ന മുമ്പേ സ്വർഗത്തിൽ എന്നെ പുറത്തു കൊണ്ടുപോകും. ഞാൻ പുറത്തു വരുന്ന സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥരും അവിടുത്തെ എല്ലാവരും, സൂപ്രണ്ട് ഉൾപ്പെടെ, എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ ഇനി കാരണം അവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ജയിലിനകത്ത് കിടക്കുമ്പോൾ ഒരാളുടെ ജീവിതം അവരങ്ങനകത്ത് കാണിച്ചു കൂട്ടുന്നത് നമ്മൾ അറിയാതെ നമ്മളെ ശ്രദ്ധിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവിടെ ക്യാമറക്കാലും പവറുള്ള കണ്ണുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവര് നമ്മുടെ റിപ്പോർട്ട് അവിടെ എഴുതും. ഒരുത്തൻ എങ്ങനെ പോകുന്നു, അവന്റെ സ്വഭാവം എന്ത്, അവൻ അവിടെ എന്ത് ചെയ്യുന്നു, അവന്റെ ജീവിതം ജയിലിനകത്ത് എങ്ങനെയെന്ന് റിപ്പോർട്ട് കറക്റ്റായിട്ട് അവരവിടെ എഴുതി വെക്കും. എന്നെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. ദൈവദാസന്മാര്, ഉദ്യോഗസ്ഥന്മാര് നല്ല അഭിപ്രായവും പറഞ്ഞ് എന്നെ അവിടുന്ന് ജയിലിൽ നിന്ന് വിടാനിടയായി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ ഓർമ്മയിൽ ഒരു ബൈബിളും കയ്യിലുണ്ട്. ഏകദേശം ഒരു 10-12,000 രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം ജയിലിനകത്ത് ജോലി ഉണ്ടായിരുന്നു. ഈ ജോലി ചെയ്യുമ്പോൾ ശമ്പളം കിട്ടും. അതുകൊണ്ട് ഞാൻ കരുതിയാണ് പുറത്തിറങ്ങിയത്. വാസ്തവത്തിൽ സെൻട്രൽ ജയിലിനകത്ത് കിടക്കുമ്പോൾ ശിക്ഷാപ്രതികൾക്കാണ് ജോലി, റിമാൻഡ് പ്രതികൾക്ക് ജോലിയില്ല. പക്ഷേ ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്തതാണ്. അങ്ങനെ എനിക്കതിൽ നല്ലൊരു ജോലിയും കിട്ടാനിടയായി. അങ്ങനെ ഞാൻ ആ പൈസയും ഈ ബൈബിളുമായിട്ട് വീട്ടിൽ വരുമ്പോൾ എൻ്റെ വൈഫിനോട് വന്ന് യേശുപ്പച്ചനയ്ക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ പറയാനിടയാണ്. ഞങ്ങൾ രാത്രി ആമങ്ങളിൽ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കും, കരഞ്ഞ് പ്രാർത്ഥിക്കും, കർത്താവിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു, യേശുപ്പ, നീ എനിക്ക് ചെയ്ത ഉപകാരം, കർത്താവ് എനിക്ക് തന്ന വിടുതൽ എനിക്ക് അനേകരോട് പറയണം. ഞാൻ എങ്ങനെ പറയും? 6ാം ക്ലാസ് വരെ പഠിച്ച എനിക്ക് അതിനുള്ള യോഗ്യതയോ വിദ്യാഭ്യാസമോ വാക്ചാതുര്യമോ ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും കർത്താവെ എന്ന് ചോദിച്ചപ്പോൾ യേശുപ്പച്ചനെ ഒരു ബുദ്ധി കാണും. അങ്ങനെ ഞാൻ ഈ അപ്പച്ചന്മാരൊക്കെ തരുന്ന ട്രാക്റ്റുകൾ, അപ്പച്ചന്മാരെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ആരും ബഹുമാനിക്കാതിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ അപ്പച്ചന്മാര്. നമ്മൾ കണ്ടിട്ടില്ലേ, കൈകളില് കായത്തിന്റെ സഞ്ചിയും തൂക്കി കവറുമായിട്ടൊക്കെ ബസ് സ്റ്റാൻഡിലും നമ്മുടെ ഹോസ്പിറ്റലുകളിലും
ഒക്കെ നടന്ന് ട്രാക്ട് കൊടുക്കുന്ന, ഈ കഷത്തൊക്കെ വേർപ്പായി, ഈ ജൂബയൊക്കെ ഒരുമാതിരി മഞ്ഞ നിറമായി, ചെരുപ്പ് ചിലരിട്ടേക്കും ചിലരിട്ടേക്കത്തില്ല. നമ്മളൊന്നും അവർക്ക് ഒരു വിലയും കൊടുക്കാറില്ല. എന്നാൽ ഞാൻ എൻ്റെ ആത്മീയ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കർത്താവിന്റെ അടുക്കലിരിക്കുന്ന ദേവദാസന്മാരില് ഈ ഫ്ലെക്സി കാണുന്നവരും ഈ വലിയ മൈക്കും പിടിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും ആയിരിക്കില്ല, ഈ അപ്പച്ചന്മാരൊക്കെ ആയിരിക്കും. കാരണം അത് വാസ്തവമായും എൻ്റെ മനസ്സിൽ അതിങ്ങനെ തോന്നുന്നു. കാരണം കർത്താവിന്റെ വേല കൃത്യമായി ചെയ്യുന്ന, കർത്താവ് പറഞ്ഞ ആ വേല ഇന്നും അവർ അനുസരിച്ച് ചെയ്യുന്നത് അപ്പച്ചന്മാരെ എനിക്ക് ഒരുപാട് പേരെ അറിയാം. സ്തോത്രം. അതിലൊരാളാണ് ജയസിംഹൻ എന്ന് പറയും. ഇടയ്ക്ക് മരിച്ചുപോയി. കുറുക്ക് വളഞ്ഞ, മുതുക് വളഞ്ഞ ഒരു അപ്പച്ചനാണ്. കിളിമാനൂരാണ് താമസിക്കുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിൽ RCCയിൽ ആഹാരം കൊടുത്തിട്ട് വരുമ്പോൾ എപ്പോഴും ആഹാരം കൊടുത്ത് അതിലേ വരുമ്പോൾ വണ്ടി നിർത്തും. ഈ അപ്പച്ചൻ ആ വെയിലത്ത് നിന്ന് ട്രാക്ട് കൊടുത്തിട്ട് കിളിമാനൂരിൽ നിന്ന് ബസ് കയറി അവിടെ വരും ട്രാക്റ്റുമായിട്ട്. ആ ട്രാക്ട് തീരുമ്പോൾ അവിടെ നിന്ന് ബസ് കയറി നേരെ വീട്ടിൽ പോകും. ആരെല്ലാം ഉപദേശിച്ചു, മക്കളൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞ് ഞങ്ങളെ മാനം കെടുത്താനാണോ, എന്തിനാ ഇങ്ങനെ ഇറങ്ങി തിരിച്ച്, ഞങ്ങൾക്കൊരു നാണക്കേടായിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നൊക്കെ അപ്പച്ചനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പച്ചൻ തിരിച്ച് മറുപടി ഒന്നും പറയാതെ ചിരിക്കും, പറയും ഞാൻ ഭരിക്കുന്നത് വേറെ, എൻ്റെ കർത്താവിന്റെ വേല ചെയ്യും. സ്തോത്രം. അങ്ങനെ പ്രൈസ് ലോർഡ്. അങ്ങനെ ഈ അപ്പച്ചന്മാരൊക്കെ തരുന്ന ട്രാക്റ്റുകളൊക്കെ വായിച്ച്, വിശുദ്ധ വേദപുസ്തകം വായിച്ച് എൻ്റെ അനുഭവ സാക്ഷ്യം കൂടെ ചേർത്തിണക്കി ഞാൻ 2 ട്രാക്ട് എഴുതുവാനിടയായി. ഒന്ന്, ജീവൻ നൽകിയവനും അതിൻ്റെ ഉടയവനും. 2, നീ തകർന്നവനാണോ മകനെ. ഈ ട്രാക്റ്റുകൾ അനേക സ്ഥലങ്ങളിൽ, പോലീസ് സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, ഹോസ്പിറ്റല്, കോടതികള്, ബസ് സ്റ്റാൻഡുകൾ, ഇവിടെയൊക്കെ കൊണ്ട് നടന്ന് അനേകരെ ക്രിസ്തുവിൽ ഒന്ന് ചേർത്ത് നിർത്താൻ സ്വർഗത്തിലെ ദൈവം ഈ പാപിയായ അടിയനെ സഹായിച്ചു. അങ്ങനെ കർത്താവ് എനിക്ക് തന്ന ആ മിനിസ്ട്രി അനുസരിച്ച് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് വീണ്ടും പരസ്യയോഗം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായി. ഒരു കൊച്ചു ബോക്സിൽ തുടങ്ങി അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ചാർജ് പോവും. കർത്താവ് നല്ലൊരു ബോക്സും അതിൻ്റെ പിന്നെ സിസ്റ്റങ്ങളെല്ലാം കർത്താവ് തരാനിടയായി. അത് കൊണ്ട് നടന്ന് കർത്താവിന്റെ വചനം വിളിച്ചു ഘോഷിപ്പന്നൊരു വാഹനവും കർത്താവ് തരാനിടയായി. കർത്താവ് ഞാനങ്ങനെ പറയുന്ന വെച്ചാൽ നമ്മുടെ ആഗ്രഹം യേശുപ്പനോട് പറയേ വേണ്ടു. കർത്താവ് പറയുന്നു, നീ അല്പത്തിൽ വിശ്വസ്തനായ നിന്നെ അധികത്തിൽ വിചാരകനാക്കുന്നവനാണ് എന്നാണ് യേശുപ്പൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു കണ്ണുനീരോടെ ഞാൻ കർത്താവിനോട് പറയുമ്പോൾ യേശുപ്പൻ എനിക്ക് പലതും അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ ട്രാക്ട് എഴുതി കർത്താവിന്റെ വേലയായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 16, 17, 18 വാർഡുകളിൽ പോയിട്ട് ഞാൻ താഴെ പഴയ മോർച്ചറിയുടെ അവിടെ ഒരു ഷെഡ് പോലെയുണ്ട്, അവിടെ വന്നിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ കണ്ണാലെ കണ്ടത് ഒരു സഹോദരൻ, ഒരു സിസ്റ്റർ ഒരു കവർ വന്നിങ്ങനെ തൂക്കി എറിഞ്ഞിട്ട് പോയി. ഈ സഹോദരൻ ചെന്ന് ആ കവർ എടുത്ത് പരിശോധിച്ചപ്പോൾ ആ കവറിനകത്ത് കുറെ ഓറഞ്ച് തോടും കുറച്ച് മുട്ടായി കവറുകളും കുറച്ച് പഴയ തുണികളും ബ്ലഡായ കുറച്ച് വേസ്റ്റ് തുണിയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അടിയിൽ 2-3 കഷ്ണം ബ്രെഡ് ഉണ്ടായിരുന്നു. അതെടുത്ത് എൻ്റെ മുമ്പ് തന്നെ ഇരുന്നു കൊണ്ട് അതിങ്ങനെ കഴിക്കാനിടയായി. അത് ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയായി. ഞാൻ അന്ന് രാത്രി പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണുനീരോടെ യേശുപ്പനോട് ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. യേശുപ്പൻ എനിക്കൊരു മറുപടിയും തന്നു. അനേകർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ടൊരു ഡ്യൂട്ടി എന്നെ കർത്താവ് ഏൽപ്പിച്ചു. ഞാനും വൈഫും ഞങ്ങളുടെ വീട്ടില് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഇച്ചിരി ഭക്ഷണത്തിൽ നിന്ന് 4-5 പേർക്ക് ആഹാരവുമായിട്ട് ഈ RCCയുടെ അവിടെ പോയി നിന്ന് കൊടുക്കാൻ സ്വർഗം സഹായിച്ചു. ഇന്നേക്ക് 14 വർഷമായി. അത് 5 ഊണായിരുന്നു, പിന്നെ അത് 10 പിന്നെ 15, 20, 30, 50, 100. ഇന്ന് 250ഓളം പേർക്ക് എല്ലാ തിങ്കളും ബുധനും ശനിയും കൊടുക്കുവാൻ സ്വർഗത്തെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ഫുഡുമായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാര്, പണ്ട് എന്നോടൊപ്പം വെട്ടാനും കുത്താനും നടന്ന എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞിട്ടുണ്ട്, സാബു എന്തോ കാണിക്കുന്ന, നിന്റെ വീട്ടുകാർക്ക് പോലും കഴിക്കാനില്ല, ആ സമയത്താണ് നീ ഈ ചോറും തൂക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകുന്നത്, പിന്നെ എന്തോ പ്രശ്നമായെന്ന് തോന്നട്ടെ, ഈ ഇടയ്ക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, കിളി പോയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അനേകരെന്നെ പരിഹസിച്ചിട്ടുണ്ട്. എന്നാൽ യേശുപ്പച്ചൻ എനിക്ക് ബലം തന്നു, അതിനു വേണ്ടിയുള്ള സാമ്പത്തികം തന്നു, അതിനുള്ള ദൈവകൃപ എനിക്ക് തന്നു. അങ്ങനെ ചെയ്യാനിടയായി. ഇന്ന് 14 വർഷത്തോളം 15 വർഷത്തോളമാകാൻ തോന്നുന്നു സ്വർഗത്തിലും അത്ഭുതമായിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പാസ്റ്റർ ടൈറ്റസ് വർഗീസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ കൊച്ചിയിൽ താമസിക്കുന്ന, അരിടപ്പള്ളിയിൽ താമസിക്കുന്ന, എനിക്കൊരു വാഹനം വാങ്ങിച്ചു തന്നു. അതിലാണ്, കാരണം ഞങ്ങൾക്ക് വാഹനമൊന്നും ഇല്ലായിരുന്നു, ഒരു വാഹനം വാങ്ങിച്ചത് അതിൽ ഫുഡ് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് സ്വർഗം സഹായിച്ചു. ഒരിക്കല് ഞാൻ തിരുവനന്തപുരം പത്മനാഭ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഗുണ്ടുകാടുള്ള ഒരു മണിയനുണ്ട്, ചമ്പ മണിയൻ എന്ന് പറയും. പണ്ടത്തെ ഒരു എൻ്റെയൊക്കെ അപ്പന്റെ പ്രായമുള്ള ഒരാളാണ്.
ആ പ്രായത്തിലുള്ളവളുടെ ഒരു എക്സ് ഗുണ്ടയായിരുന്നു. ഭയങ്കര അടിയെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് സൈക്കിളൊക്കെ തൂക്കിയെടുത്ത് 8ഉം 10ഉം വരെ കാണിക്കുന്ന ഒരു ടൈപ്പായിരുന്നു പുള്ളിക്കാരൻ. അപ്പോ പുള്ളി യേശുവിനെ അറിഞ്ഞ ആളാ. ഇന്ന് കർത്താവിന്റെ വേലയായിട്ട് നിൽക്കുന്നു. അനേക സ്ഥലങ്ങളിൽ ഗിദേൻസിലെ ബൈബിൾ കൊടുക്കാനായിട്ട് ഇന്നും ചെന്നൈ, അതുപോലെ തന്നെ മധുര, ബാംഗ്ലൂര്, കൽക്കട്ട ഇവിടെയൊക്കെ പോയി കൊടുക്കുന്നു. ഞാനും എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യം പോകുന്നു, ഞാനും കൂടെ പോകാറുണ്ട്. ഞങ്ങൾ ട്രെയിനിനകത്ത് ബൈബിൾ ചുമന്ന് കയറ്റി അവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടിറക്കി കൊടുത്തിട്ട് തിരിച്ചു വരും. എല്ലാത്തും കൂടെ 3 ദിവസം എടുക്കും. അങ്ങനെ ഞാനും അതിന്റെ ഭാഗമാക്കണം. ഒരിക്കൽ ഞങ്ങൾ ട്രാക്ട് കൊടുക്കാൻ വേണ്ടി പത്മനാഭ ക്ഷേത്ര ഇവിടെ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടയിൽ നിന്ന് ട്രാക്ട് കൊടുക്കുമ്പോൾ കുറേ സഹോദരിമാർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ട്രാക്ട് വാങ്ങിച്ചു. അതിൽ ഒരു സഹോദരി എന്നെ തിരിച്ച് വിളിച്ചു ആ നമ്പറിൽ. അപ്പോൾ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് സാബു ആണ്. ഞാൻ പറഞ്ഞു സിസ്റ്റർ എന്ത് ചെയ്യുന്ന? ഞാൻ ഒരു ടീച്ചറാണ്. എവിടെ താമസം? അത് ഇന്നടുത്താണ്, അപ്പേയാട്. ഞാനും പറഞ്ഞിങ്ങനെ ടീച്ചറെ എനിക്ക് പ്രാർത്ഥിക്കണം, ഞാനിങ്ങനെ 6ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ, ഇനിയൊന്നും നടക്കത്തില്ല. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം വരുന്ന ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കണമെന്ന്. ആഗ്രഹമുണ്ട് ടീച്ചർ, പക്ഷെ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ ഒരു ദിവസം വീട്ടിൽ വരാൻ പറഞ്ഞു. ഞാനും ഭാര്യയും കൂടെ ഞങ്ങൾ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ ആ ടീച്ചറിന്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു. ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു നല്ല ലഘു ഭക്ഷണമൊക്കെ തന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കൈകോർത്ത് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ബോക്സ് തന്നു വിട്ടു, ഒരു പിന്നെ കാർഡ്ബോർഡ് പെട്ടി. ഞാൻ അങ്ങനെ ആ പെട്ടിയായിട്ട് നേരെ വീട്ടിൽ വന്ന് ആ കാർഡ്ബോർഡ് പെട്ടി തുറന്നു നോക്കിയ സമയത്ത് അതിനകത്ത് കുറേ ബുക്സുകൾ ഇരിക്കുന്നു. ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് ഇങ്ങനെയൊക്കെയുള്ള കുറേ ബുക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ടീച്ചറിന് മാറിപ്പോയോ. അത് ഞാൻ തിരിച്ച് വിളിച്ചു ടീച്ചറിനെ. ഞാൻ പറഞ്ഞു ടീച്ചറെ, ഇത് ഞാൻ പിന്നെ ടീച്ചർ തന്ന ബുക്ക് പെട്ടി മാറിപ്പോയെന്ന് തോന്നുന്നു, ഇത് കുറെ ബുക്കുകളാണെന്ന് പറഞ്ഞു. അത് ഞാൻ തന്നത് തന്നെയാണ്, സാബു പഠിക്കണം, 10ാം ക്ലാസ്സിലെ ടെസ്റ്റാണ്, അവിടെ നിന്ന് പഠിക്കണം, ഈ വർഷം പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ആ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് വായിച്ച് പഠിച്ചു. എനിക്ക് ഒരു പൈസയും കൊടുക്കാതെ ടീച്ചർ തന്നെ അഡ്മിഷൻ എടുത്തു തന്നു. എല്ലാ ഞായറാഴ്ചയും ആരാധന കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്, സ്കൂളിൽ പോകുന്നത് പോലെ. അങ്ങനെ സ്കൂളിലും പോയി പഠിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി 10ാം ക്ലാസ് ജയിക്കുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. കാരണം എൻ്റെ അമ്മയുടെ കണ്ണുനീരായിരുന്നു. കാരണം പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മോനൊരു 10ാം ക്ലാസ് വരെ ഒന്ന് പഠിച്ചു കണ്ടെങ്കിൽ എനിക്ക് സമാധാനമായി, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് എൻ്റെ യേശുപ്പനോട് പറഞ്ഞു, കർത്താവ് അത് സാധിച്ചതും. അതേപോലെ അനേക സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ ഈ ട്രാക്റ്റുമായിട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, കർത്താവ് ഞാൻ ജയിലിൽ കിടന്നല്ലേ, ഞാൻ യേശുവിനെ അറിഞ്ഞു, എനിക്ക് ജയിൽ മിനിസ്ട്രി, ജയിലിനകത്ത് യേശുവിനെ അറിയിക്കാൻ എന്ത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ അനേക രാഷ്ട്രീയക്കാരുടെ പുറകെ നടന്നു, അനേക ദൈവദാസന്മാരുടെ പുറകെ നടന്നു, അനേക പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങി. എന്നാൽ കർത്താവ് എന്നെ പറഞ്ഞു, നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഞാൻ എങ്ങനെയെങ്കിലും ഞങ്ങൾ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കാനിടയെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഇന്ന് കേരളത്തിനകത്ത് ഞങ്ങൾ പോകാത്ത ജയിലുകൾ ചുരുക്കമാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളെന്നും ചേർന്ന് കർത്താവിന്റെ വേലയായിട്ട് മാസത്തില് ഓരോ ദിവസവും ഓരോ ജയിലുകളിൽ പോയി കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞങ്ങൾ പോകാത്ത ജയില് ഞാൻ ഇവിടെ നോക്കിയിട്ട് ഞങ്ങൾ പോകാത്തത് ചുരുക്കമായി. കാരണം എല്ലായിടത്തും പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസത്തിൽ ഒരു തവണയാണ് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടുള്ളൂ. അതൊക്കെ ശത്രു ബ്ലോക്ക് ചെയ്യാൻ നോക്കി, പല കാരണങ്ങൾ പറഞ്ഞ് അത് ഇന്ന് നടക്കൂല, അടുത്ത മാസം നടക്കൂല, ഇങ്ങനെ പറഞ്ഞൊക്കെ ബ്ലോക്ക്. അവിടെയൊക്കെ കർത്താവ് ഞങ്ങളെ താങ്ങി അത്ഭുതമായിട്ട് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും യേശുപ്പച്ചൻ അതുപോലെ തന്നെ അനേക സ്റ്റേജുകളിൽ അനേക ദൈവദാസന്മാരോടൊപ്പം അവരുടെ കൂടെയൊന്നും ഇരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത സ്ഥലത്ത് കർത്താവ് അനുഭവ സാക്ഷ്യമായിട്ട് ദൈവദാസന്മാരുടെ കൺവെൻഷൻ സ്റ്റേജുകളിൽ കർത്താവ് കൊണ്ടുപോകുവാനിടയായി. നമ്മുടെ പാസ്റ്റർ കെ എബ്രഹാം പാസ്റ്റർ, സജു ചാത്തന്നൂർ പാസ്റ്റർ, ജെയിംസ് പോള്, അതുപോലെ തന്നെ നമ്മുടെ ജെയിംസ് പാണ്ടനാട് പാസ്റ്റർ, ഇതുപോലെ ഒരുപാട് ദൈവദാസന്മാരോടൊപ്പം അനീഷ് ചെങ്ങന്നൂര്, ഒരുപാട് പേര്, അജി ആന്റണി പാസ്റ്റർ കൂടെ ഒക്കെ ഇങ്ങനെ ദൈവം കൺവെൻഷന് തൊട്ട് മുമ്പേ 10-20 മിനിറ്റ് എനിക്ക് സാക്ഷ്യത്തിനായിട്ട് സമയം തരും. കർത്താവ് അങ്ങനെ കൊണ്ടുവന്ന് ഒരുപാട് മെമന്റോകളൊക്കെ കർത്താവ് വാങ്ങിക്കുവാനിടയായി. ഇപ്പോ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി എൻ്റെ വൈഫിന് ഒരു മെമന്റോ കൊടുത്ത്, ഒരു ക്യാഷ് അവാർഡൊക്കെ കൊടുത്തായിരുന്നു. ഞങ്ങൾ അതിനു വേണ്ടിയല്ല, കർത്താവ് ചെയ്യിച്ചതാണ്. 92.7 ബിഗ് എഫ് എന്ന് പറയുന്ന ഒരു റേഡിയോ ജോക്കി, പുള്ളിയാണ് ഞങ്ങളെ ഇതിനു വേണ്ടി സജഷൻ ചെയ്തത്. കിടിലം ഫിറോസ് എന്ന് പറയും. അങ്ങനെ നമുക്കൊരു മെമന്റോയൊക്കെ കിട്ടാനൊക്കെ ദൈവം സഹായിച്ചു. ഇതൊന്നും ഞാൻ പറയുന്നത് ഞങ്ങളുടെ യോഗ്യതയോ പുണ്യപ്രവൃത്തിയോ ഒന്നും വലുതാക്കാൻ വേണ്ടിയല്ല, കർത്താവ് ചെയ്യുന്നതാ. ഞാൻ ഇത് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം നമ്മൾ പറയാണ്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഞങ്ങൾ സാമ്പത്തികം വളരെ ചുരുക്കമാണ്. നമ്മൾ പലരും ഒഴിഞ്ഞു മാറാറുണ്ട്. പ്രിയരെ, നമ്മൾ അല്പത്തിൽ വിശ്വസ്തനായ
നമ്മെ അധികത്തിൽ മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് പ്രിയരെ. കാരണം ചില അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് പണ്ട്, കോരുന്ന കിണറിലെ വെള്ളം ഊറും എന്നുള്ളത് സത്യമാണ്. നമ്മുടെ കയ്യിരിക്കുന്ന അല്പം നമ്മൾ കർത്താവിന് വേണ്ടി ചെലവാക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ അവിടെ നമുക്ക് വേണ്ടി വലിയ ഉറവകളെ തുറക്കുന്ന ഒരു ദൈവമാണ് നമ്മളെ കൂടെ ഉള്ളത്. വിശുദ്ധ വേദപുസ്തകത്തില് മത്തായി 9:13 ഇങ്ങനെ പറയുന്നു, യേശു നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാന്നാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം, ഇപ്പൊ ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, എനിക്ക് എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയും, എനിക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാൻ കഴിയും, വസ്ത്രം കൊടുക്കാൻ കഴിയും. ഞാൻ പഴയ വസ്ത്രം പല വീടുകളിലും പോയി ചെന്ന് ഞങ്ങള് ചാക്ക് കണക്കിന് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് തേച്ച് കഴുകി അലക്കി എടുത്ത് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ, മെയിനായിട്ട് പുല്ലേനാർക്കോട്ട ആശുപത്രിയിലും പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിലാണ് കൊടുക്കുന്നത്. ഞങ്ങൾ പലപ്പോഴും കരയാറുണ്ട് ഞങ്ങൾ. കാരണം ഒരു ചാക്ക് തുണി കൊണ്ടുവരുമ്പോൾ അതിൽ 2-3 നല്ല തുണി കാണും, ബാക്കി എല്ലാം വേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ അത് കൂട്ടിയിട്ട് കത്തിക്കും. എന്റെ ബോക്സ് കണക്കിന് തുണി തരും. ഇവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നല്ല തുണികളാണ്, ബാക്കി എല്ലാം വേസ്റ്റ് ആയിരിക്കും. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇത് കളയണം, അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ തരും. അപ്പൊ ഞങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരിക്കലും ശാപവാക്ക് പറയത്തില്ല. കാരണം കർത്താവ് അത് വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്തതാണല്ലോ. പക്ഷെ ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് അത് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു തുണി പോലും പഴയത് വാങ്ങിക്കാൻ കർത്താവ് അനുവദിക്കുന്ന, എല്ലാം പുതിയതാണ് കൊടുക്കുന്നത്. അത് വാങ്ങിച്ചു തരാൻ കുറെ സഹോദരന്മാരെ സഹോദരിമാരെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. പ്രിയരെ, നമ്മുടെ എത്ര നമുക്ക് ഇല്ലായ്മയിലും, നമ്മൾ എത്ര പാപികളാണെങ്കിലും, നമുക്ക് എത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും, നമുക്ക് ചെയ്യാൻ ഒരു യോഗ്യതയില്ലെങ്കിലും, നീ യേശുവിന്റെ കരങ്ങളിൽ ഒന്ന് നിന്നെ കൊടുത്തിട്ട്, കർത്താവെ എനിക്ക് വേണ്ടി നീ വലിയവ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവിന് മെഴുകുതിരി വേണ്ട, സാമ്പ്രാണിത്തിരി വേണ്ട, പൂ വേണ്ട, ചന്ദനത്തിരി വേണ്ട, ഉരുളണ്ട, കമിഴണ്ട, മല കയറണ്ട, ഒന്നും വേണ്ട. നിന്റെ 2 തുള്ളി കണ്ണ് നിന്ന് യേശുപ്പന്റെ സന്നിധി ഒഴിച്ച്, യേശുപ്പാ എന്റെ പാപങ്ങളെ ഒന്ന് ക്ഷമിക്കണമെന്ന് നീ പറയാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യെശയ്യാവിന്റെ പുസ്തകം 1:18 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതോ നമ്മുടെ പാപത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട, നമ്മുടെ പ്രയാസങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട, അതെല്ലാം ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി. നമ്മുടെ യോഗ്യതയെ നോക്കിയിട്ടല്ല യേശു കർത്താവ് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായത്. കാരണം നമ്മൾ അങ്ങനെ നോക്കാമെങ്കിൽ നമ്മൾ ആരും കർത്താവിന്റെ മക്കളായി തീരുകയില്ല. കർത്താവിന്റെ കാലത്ത് തന്നെ കർത്താവ് തിരഞ്ഞെടുത്തതും മുക്കുവന്മാരെയും, അതുപോലെ തന്നെ വൈദ്യന്മാരെയും, അതുപോലെ തന്നെ കൂടാരപ്പണി ചെയ്യുന്നവരെയും, അതുപോലെ തന്നെ ഒന്നിന് ചുങ്കം പിരിക്കുന്നവരെയൊക്കെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. കാരണം നമ്മെല്ലാം സ്നേഹിക്കുന്ന, നമ്മൾ വിൽക്കുന്ന ഒരു ഡോക്ടർക്ക് രോഗിയെ കൊണ്ടാണ് ആവശ്യം, രോഗമില്ലാത്ത ഒരാളെ കൊണ്ട് ഒരു ഡോക്ടറിന് ആവശ്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി വന്നത്, പാപികളായ നമുക്ക് വേണ്ടിയാണ് വന്നത്. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 3:20 ബൈബിളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയരെ, ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കുന്നുവെങ്കിൽ, യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വാഴും. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതം പുതിയതാകും, നിങ്ങളുടെ സ്വഭാവം പുതിയതാകും, നിങ്ങളുടെ പ്രവൃത്തി പുതിയതാകും, എല്ലാം കർത്താവിന് വേണ്ടിയുള്ളതാകും. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 20:15 ഇങ്ങനെ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നമ്മൾ ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം ഉണ്ട്, റേഷൻ കാർഡുണ്ട്, പാൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, തിരിച്ചറിയൽ കാർഡുണ്ട്, എല്ലാം ഇപ്പൊ കാർഡ് സംവിധാനങ്ങളാ, ചിപ്പ് സംവിധാനങ്ങളാ. പക്ഷെ കർത്താവ് പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതിയില്ലെങ്കിൽ ഈ കാർഡുകളൊക്കെ വെറും ചപ്പെന്നും ചവറെന്നുമാണ് നമുക്ക് എണ്ണാനുള്ളത്. നമുക്ക് ജീവപുസ്തകത്തിൽ പേരുന്ന ഒരു നിത്യത, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 5:1 പറയുന്ന, കൂടാരമാകുന്ന നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു ഭവനം നിത്യതയിൽ കർത്താവ് നമുക്കായി ഒരുക്കുന്നുണ്ട്. ആ ഭവനത്തിൽ നമ്മൾ ഒന്നു ചേരുവാൻ, ആ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനോടൊപ്പം ആനന്ദിക്കുവാൻ, ഇവിടെ കർത്താവെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും തിരഞ്ഞെടുക്കട്ടെ. 1 യോഹന്നാൻ 2:17 പറയുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കും. നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പ്രിയരെ, നമ്മള് എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, എല്ലാവരും പാടുന്നവരാണ്, എല്ലാവരും കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കുന്നവരാണ്. എന്നാലും ഞാൻ ഓർക്കുന്നത്, നമ്മുടെ പ്രവൃത്തി കർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താണ് പ്രതിഫലം, നമുക്ക് എന്താണ് പ്രയോജനം? നമുക്ക് കർത്താവിന്റെ ഇഷ്ടം നിറവേറാം, കർത്താവ് പറയുന്നത് പോലെ അനുസരിക്കാം. നമ്മുടെ കർത്താവ് ദൈവിക ദൂതുകൾ നമ്മൾ കേൾക്കുമ്പോൾ, ഒരു നല്ല കാറ് കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു വീട് കിട്ടും, അല്ലെങ്കിൽ നല്ല സാമ്പത്തികമായി നമുക്ക് കിട്ടുമെന്നുള്ള ദൂതുകൾ നമ്മൾ കേൾക്കും, നല്ലതാണ്. എന്നാലും കർത്താവ് ചിലപ്പോൾ പറയും, നീ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ നടയിച്ചെന്ന്
നേരം വെളുക്കുന്നതിന് മുമ്പേ ചെന്നിട്ട് അവിടെ കിടക്കുന്ന ഒരു രോഗിയെ, റോഡിൽ കിടക്കുന്ന ഒരാൾക്ക് നീ തോർത്ത് കൊണ്ടുപോയി ചെന്ന് കഴുകി വൃത്തിയാക്കി അവന്റെ മുറികളെ ഒന്ന് കെട്ടി ആ വ്രണത്തെയൊക്കെ ഒന്ന് തേച്ച് കഴുകി ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ചെവി നമ്മൾ അടച്ചു കളയരുത്. ദൂതെന്ന് പറയുമ്പോൾ സ്വർഗീയ ദൈവം നമുക്ക് തരുന്നത് കറക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രിയനെ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നം മരിക്കുക, നമുക്ക് നിത്യതയിലെ അവകാശികളാകുവാൻ, യേശുവിനോടൊപ്പം ചേർന്ന് നിൽപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എൻ്റെ ഈ ജീവിതത്തിലെ എൻ്റെ ഈ സാക്ഷ്യം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. വേറെ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു സാക്ഷ്യം ചിലപ്പോൾ നമ്മൾ നാളെ പുലരുമ്പോൾ കേട്ടെന്ന് വരത്തില്ല. ഇതുപോലൊരു അനുഭവം നമ്മൾ ഇനി അറിഞ്ഞെന്ന് വരില്ല. ഒരു പ്രസംഗം കേട്ടെന്ന് വരില്ല. ഒരു കൺവെൻഷനിൽ പോയെന്ന്, ഒരു ചർച്ചിൽ പോയെന്ന് വരില്ല. കാരണം ലോകം എന്ന് വേണമെങ്കിലും അതിന്റെ അന്ത്യത്തോടെ വരാം. കർത്താവിന്റെ വരവും അസന്നമാകാം. എന്നാൽ എനിക്ക് സമയം കിട്ടിയില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കാതെ, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു ഇന്ന് ഈ രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഒരു സ്ഥാനം കൊടുത്ത് എൻ്റെ ജീവിതം ഇന്ന് പോലെ ഞാൻ കർത്താവ് പറയുന്നത് പോലെ ആവാം എന്നുള്ള ആ തീരുമാനത്തോടെ മുന്നോട്ട് പോകുവാൻ ഈ ആരോമി ടിവിയിലെ സാക്ഷ്യം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ദൈവദാസനും നന്ദി പറഞ്ഞുകൊണ്ട്, ഇത് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസനെ താണിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ്. ആമേൻ. താങ്ക് യു പ്രിയ സാബു കുര്യൻ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ടു, മാതാവ് നഷ്ടപ്പെട്ടു, ജീവിതം തന്നെ ഏതാണ്ട് ഒരു വലിയ ദാരുണമായ ഒരു അനുഭവത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ഒരു ബാല്യം, യൗവനം. പിശാച് ഏതെല്ലാം നിലയിൽ കൂടി ഉപയോഗിക്കാമോ ആ നിലയിലൊക്കെ ജീവിതത്തിൽ പ്രവർത്തിച്ചു, ജീവിതത്തെ തകർത്തു. അല്ലെങ്കിൽ ആ കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ എല്ലാ വിധത്തിലുള്ളതായ ആയുധങ്ങളും എടുത്ത് ഉപയോഗിപ്പാൻ ഇടയായി തീർന്നു. പിതാവിൻ്റെ ആത്മഹത്യ, അതുപോലെ മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപഭോഗം, പ്രിയ സാബ്രദറിൻ്റെ ജീവിതത്തിൽ കടന്നുപോയതായ പാപത്തിൻ്റെ വഴികൾ, അതെല്ലാം പിശാചിൻ്റെ ഓരോ ആയുധങ്ങളായിരുന്നു. കാരണം ദൈവത്തിനും ദൈവവചനത്തിനും എതിരായി ഉള്ള എല്ലാ പ്രവൃത്തികളും പിശാചിൻ്റെ ആയുധങ്ങളാണ്. അതുകൊണ്ട് പിശാച് വിവിധ ആയുധങ്ങൾ പ്രിയ സഹോദരനെ ഏൽപ്പിച്ച് ശത്രു അവൻ്റെ രാജ്യത്തിലേക്ക് ആളിനെ കൂട്ടുവാൻ വഴികൾ തുറന്നു വെച്ചു. എന്നാൽ ആ ശത്രുവിൻ്റെ പൂണിയിൽ നിന്ന് കർത്താവ് പ്രിയ സഹോദരനെ വിളിച്ച് തിരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കി തീർത്തു. സ്തോത്രം. സെൻട്രൽ ജയിലിലും വിവിധ കോടതികളിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിലും വിവിധ മുക്കുകളിലും മൂലകളിലും എല്ലാ നിയമപാലകർക്കും ഒരു തലവേദനയായിരുന്നുവെങ്കിൽ, ഒരു വലിയൊരു ഭയമായിരുന്നുവെങ്കിൽ, ഇന്ന് അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേകരുടെ വിശപ്പടക്കുവാൻ, അനേകരുടെ നഗ്നത മറയ്ക്കുവാൻ, അനേകർക്ക് ആശ്വാസം പകരുവാൻ, അനേകർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു മാനപാത്രമായി ദൈവം ഒരുക്കിയെടുത്തു. ഒരിക്കൽ അനേകരുടെ സമാധാനം കെടുത്തി, അനേകരെ കണ്ണുനീര് കുടിപ്പിച്ചു, അനേകരെ വേദനയിലാഴ്ത്തിയെങ്കിൽ ഇന്ന് അവർക്കെല്ലാം ഒരു ആശ കൊടുക്കുന്ന, പ്രതീക്ഷ കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ ഇടയായി തീർന്നു. പിശാച് പരാജയപ്പെട്ടു. ഇവിടെ ഇതാ കർത്താവായ യേശു ക്രിസ്തു ജയം വരിച്ചു. ആ നിലയ്ക്ക് പഴയ ആ ഒരു ജീവിത യാത്രയിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെങ്കിൽ ഇന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ തന്നെ ഒരാളുണ്ടാകുമായിരുന്നോ എന്ന് ഇടയ്ക്ക് ഓർപ്പിക്കുകയുണ്ടായി. നിശ്ചയമാണ്. കാരണം വളരെ അപകടകരമായ നിലയിൽ ഉള്ളൊരു ജീവിതമായിരുന്നു നയിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ ദൈവം വേർതിരിച്ചു. ഇന്ന് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായിട്ടും കർത്താവ് ഒരു വ്യക്തിയെ സ്നേഹിച്ച്
ആ വ്യക്തിയുടെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് കർത്താവിൻ്റെ പുണ്യാഹ രക്തം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പകർന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പുതിയ സൃഷ്ടി ആയി മാറുകയാണ്. പഴയത് എല്ലാം കഴിഞ്ഞു പോയി, പുതിയ അനുഭവത്തിലേക്ക് കടന്നു വന്നു. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ അത് യേശു കർത്താവിൻ്റെ സ്വഭാവം. യേശു കർത്താവ് കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുന്നു, യേശു കർത്താവ് കേൾക്കുന്നത് പോലെ കാര്യങ്ങൾ കേൾക്കുന്നു, യേശു കർത്താവ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു, യേശു കർത്താവ് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു, യേശു കർത്താവ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നു, യേശു കർത്താവ് നടക്കുന്നത് പോലെ നടക്കുന്നു. അതെ, നടപ്പിലും പ്രവൃത്തിയിലും ജീവിതത്തിലും കാഴ്ചപ്പാടിലും എല്ലാ മേഖലയിലും ക്രിസ്തുവിൻ്റെ മനോഭാവം, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. ആകയാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ആ ഒരു വലിയ മാറ്റം ഒരുപക്ഷെങ്കിൽ സമൂഹം അംഗീകരിച്ചെന്ന് വരില്ല. കൂട്ടുകാരും നാട്ടുകാരും പഴയ സുഹൃത്തുക്കളും ഒന്നും ഒരുപക്ഷെങ്കിൽ ഭ്രാന്തനെന്ന് ഒരുപക്ഷെങ്കിൽ നമ്മളെ വിളിക്കുമായിരിക്കും. പക്ഷേ മനുഷ്യൻ പുറമേയുള്ളത് കാണുന്നു, യഹോവയോ ഹൃദയങ്ങളെ അറിയുന്നു. ആകയാൽ പ്രിയ കർത്താവിൻ്റെ ദാസനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം, ഈ പ്രിയ സഹോദരൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഒരുപക്ഷെങ്കിൽ ചില പ്രിയപ്പെട്ടവരുടെയെങ്കിലും ജീവിതാനുഭവം ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയതോ അങ്ങനെയുള്ള അവസ്ഥയിലോ ആയിരിക്കാം. മദ്യം, മയക്കുമരുന്ന്, ലഹരി, പാപവഴികൾ, ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങൾ, പിശാചിൻ്റെതായ തീരുമാനങ്ങൾക്കും ആലോചനകൾക്കും വഴിപ്പെടുന്ന പ്രിയപ്പെട്ടവർ, പ്രിയമുള്ളവരെ, അതൊന്നും ശാശ്വതമല്ല. അതൊക്കെ താൽക്കാലികമാണ്. നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ കാര്യങ്ങളാണ്. ആകയാൽ നമുക്ക് മടങ്ങി വരാം, മാനസാന്തരപ്പെടാം. ഇതുവരെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, നാശത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത്, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ആകയാൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, യുവാവേ, യുവതി, മദ്യം, മയക്കുമരുന്ന്, ലഹരി, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, പാപവഴികളൊക്കെ താൽക്കാലികമാണ്. അതൊക്കെ ക്ഷണഭങ്കുരമാണ്. ആകയാൽ ദൈവസന്നിധിയിൽ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. ഒരു തുള്ളി കണ്ണുനീർ ആ യേശു കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ നിങ്ങൾ ഒഴുക്കൂ. നിങ്ങൾക്ക് കർത്താവിൻ്റെ ആ സ്നേഹമാർന്ന ആണിപ്പോഴുള്ള കരം, കർത്താവിൻ്റെ ഇമ്പമാർന്ന സ്വരം കേൾക്കുവാൻ കഴിയും. ആകയാൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നോടങ്ങ് ക്ഷമിക്കണമേ. നമുക്ക് സ്തോത്രം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ സാബു കുര്യൻ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ രാത്രി സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരോമ ടിവിയിലൂടെ ഞങ്ങളുടെ കർത്താവെ അടിയന്റെ സാക്ഷ്യം ശ്രദ്ധിച്ച, ദൈവജനം ശ്രദ്ധിച്ച, കർത്താവെ ദൈവദാസന്റെ വാക്കുകളെ ശ്രദ്ധിച്ച ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ആരുടെയെങ്കിലും ജീവിതത്തിൽ പാപത്തിന്റെ കറകളോ, കർത്താവ് എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം കർത്താവിനോട് ക്ഷമിച്ച് യേശുവൊരു പുതിയ മനുഷ്യനാക്കി, ഒരു പുതിയ സ്വഭാവമുള്ളവനാക്കി, ഒരു പുതിയ ജീവിതത്തിനുടമയാക്കി, കർത്താവിന്റെ വരവിൽ കർത്താവെ നിത്യതയിൽ അവകാശികളാക്കി മാറ്റി കർത്താവ് എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിന്റെ ചങ്കിലെ ചോര കൊണ്ട് കർത്താവെ ഞങ്ങളെ വീണ്ടെടുത്ത വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുപ്പച്ച തിരു രക്തം ഞങ്ങളുടെ മേൽ ഒഴിക്കണമേ അപ്പ. ആണിപ്പഴുള്ള കരം ഞങ്ങളെ ശിരസിന്മേൽ വിട്ട് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ആ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ ഒന്ന് മറയ്ക്കണം അപ്പ. ഈ ലോകത്ത് ഞങ്ങൾക്ക് കഷ്ടവും ദുഃഖവും പട്ടിണിയും പ്രാരാബ്ധങ്ങളും വിഷമങ്ങളും രോഗങ്ങളും എല്ലാം ഉണ്ട് കർത്താവെ. ഇവിടെ നിന്നെല്ലാം ഞങ്ങൾ കർത്താവെ അതിനെ തരണം ചെയ്തു പോകാനുള്ള ദൈവകൃപ ഞങ്ങളെ മേൽ കർത്താവ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് പ്രത്യേകമായി ആരോമ ടിവിയിലെ കർത്താവെ പ്രിയ ദേവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യങ്ങൾ കർത്താവെ, അനുഭവങ്ങൾ ഇത് പങ്കിടുന്നത് കർത്താവ് സ്വർഗരാജ്യത്തിന്റെ കർത്താവെ, ഹല്ലേലൂയ പണിക്ക് കർത്താവെ, അവിടുത്തെ കർത്താവെ ഉയർച്ചയ്ക്ക് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. അതിനാവശ്യമാകുന്ന എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കണമേ, ജനത്തെ അനുഗ്രഹിക്കണമേ അപ്പ. കർത്താവെ, ദൈവം സഹായിച്ച
ഞങ്ങൾ കർത്താവെ ഇനിയും കാണുമ്പോൾ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കാൻ യേശുപ്പച്ചൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥന. നല്ല സാക്ഷ്യങ്ങളെ കർത്താവിന് ഞങ്ങൾക്ക് തന്നെ സ്തോത്രം. കൃപ കൊണ്ട് മറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവ്. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ സാബു കുര്യൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനുണ്ട് അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിന് സമയം വേർതിരിച്ചതിനും കർത്താവിന്റെ ദാസനോടും കുടുംബാംഗങ്ങളോടായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യ അവസരവും കർത്താവ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥന നടത്തുന്നു. നിങ്ങൾ അതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.